നമസ്കാരം. ഉറക്കത്തിനിടയിൽ രാത്രി സമയങ്ങളിൽ എഴുന്നേറ്റ് ബാത്റൂമിൽ പോകുന്നത് പലർക്കും വലിയൊരു മടിയും ബുദ്ധിമുട്ടുമുള്ള കാര്യമാണ്. എന്നാൽ ഇനി ഒരുപക്ഷെ അതിനായി ആരും കഷ്ടപ്പെടേണ്ടി വരില്ല. ഒരു വെളിപ്പുറത്ത് കിടപ്പുമുറിയിലേക്ക് ഓടിയെത്തുന്ന ലോകത്തിലെ ആദ്യത്തെ സ്വയം ഓടിക്കുന്ന റോബോട്ട് ടോയ്ലറ്റ് വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് ചൈനീസ് സാങ്കേതിക ബ്രാൻഡായ യുബാൻ. ഒരു ബട്ടൺ അമർത്തിയാലോ അല്ലെങ്കിൽ ശബ്ദം വഴി നിർദ്ദേശം നൽകിയാലോ വിശ്വസ്തനായ ഈ റോബോട്ട് കൂട്ടുകാരൻ ഉടമസ്ഥന്റെ അടുത്തേക്ക് ഉരുണ്ടു ചെല്ലും. ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ സ്വയം ഫ്ലഷ് ചെയ്യാനും വൃത്തിയാക്കാനും ഈ അത്ഭുത ഉപകരണത്തിന് സാധിക്കുമെന്നാണ് ഇതിന്റെ നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത്. ചെറിയ കൂട്ടുകാരൻ എന്ന അർത്ഥം വരുന്ന ഷിയാബോൺ എന്നാണ് ഈ റോബോട്ട് ടോയ്ലറ്റിന് പേരിട്ടിരിക്കുന്നത്. ചൈനീസ് വിപണിയിൽ ഇതിനകം തന്നെ ഇത് ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. 28,999 യുവാൻ, അതായത് ഇന്ത്യൻ രൂപയിൽ ഏകദേശം 3.35 ലക്ഷം രൂപ വില വരും ഇത്. പ്രായമായവർക്കും ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർക്കും മറ്റുള്ളവരുടെ സഹായമില്ലാതെ സ്വന്തമായി കാര്യം സാധിക്കാൻ വേണ്ടിയാണ് പ്രധാനമായും ഈ റോബോട്ട് നിർമ്മിച്ചിരിക്കുന്നത്. സാധാരണയായി ഇത്തരം ആളുകളെ ബാത്റൂമിൽ കൊണ്ടുപോകാൻ ഒരു ഹോം നേഴ്സിന്റെയോ സഹായിയുടെയോ ആവശ്യം വരാറുണ്ട്. എന്നാൽ ഈ റോബോട്ട് ആ ബുദ്ധിമുട്ടിനെ ഇല്ലാതാക്കും. അതേസമയം കടുത്ത മടിയന്മാരായ ആളുകൾക്കിടയിലാവും ഇതിന് കൂടുതൽ ജനപ്രീതി ലഭിക്കുക എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന തമാശകൾ. ഇത് പ്രായമായവർക്ക് വേണ്ടിയാണെന്ന് കമ്പനി പറയുന്നുണ്ടെങ്കിലും ശരിക്കും ഉപയോഗിക്കാൻ പോകുന്നത് യുവാക്കളായിരിക്കും എന്നാണ് എക്സ് പ്ലാറ്റ്ഫോമിൽ ഒരു ഉപഭോക്താവ് തമാശയായി കുറിച്ചത്. ജൂൺ 5-ന് ഷാങ്ഹായിൽ നടന്ന അന്താരാഷ്ട്ര വയോജന പരിചരണ സഹായ ഉപകരണ പ്രദർശനത്തിലാണ് ഈ അപൂർവ റോബോട്ട് ആദ്യമായി ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചത്. പ്രായമായവർക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്ന രീതിയിലുള്ള വലിയ ബട്ടണുകളോട് കൂടിയ ഒരു റിമോട്ട് ഉപയോഗിച്ചോ ശബ്ദ നിർദ്ദേശങ്ങൾ വഴിയോ ഇത് പ്രവർത്തിപ്പിക്കാം. വീട്ടിലെ വൈഫൈ കണക്ഷൻ എങ്ങാനും തകരാറിലായാലും ഇതിന്റെ വോയിസ് റെക്കഗ്നൈസേഷൻ സിസ്റ്റം ഓഫ്ലൈനായി പ്രവർത്തിക്കുമെന്നതാണ് ഇതിന്റെ വലിയൊരു പ്രത്യേകത. അതിനാൽ വൈഫൈ ഇല്ലെങ്കിലും ഉപഭോക്താക്കൾ വഴിയിലാവില്ല. കമാൻഡ് ലഭിച്ചാൽ ഇതിലുള്ള AI 3D തടസ്സങ്ങൾ ഒഴിവാക്കാനുള്ള സിസ്റ്റം ഉപയോഗിച്ച് വഴിയിലുള്ള സാധനങ്ങളിലോ ചുമരുകളിലോ തട്ടാതെ ഇത് കൃത്യമായി അടുത്തെത്തും. ഇതിനായി ലിഡാർ, അൾട്രാസോണിക് സെൻസറുകൾ എന്നിവയാണ് റോബോട്ടിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. ഇത് വീടിന്റെ മാപ്പ് മനസ്സിൽ രൂപപ്പെടുത്താൻ റോബോട്ടിനെ സഹായിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വഴി കണ്ടെത്താൻ ഈ റോബോട്ട് ക്യാമറകളൊന്നും തന്നെ ഉപയോഗിക്കുന്നില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ ഉപഭോക്താക്കളുടെ സ്വകാര്യത പൂർണ്ണമായും സുരക്ഷിതമായിരിക്കും. ഉപയോഗത്തിന് ശേഷം വാം വാട്ടർ വിടവാഷും വായു പ്രവാഹം വഴി ഈർപ്പം പൂർണ്ണമായി ഉണക്കാനുള്ള സംവിധാനവും ഇതിലുണ്ട്. അതിനുശേഷം ഒരു അൾട്രാവയലറ്റ് ലൈറ്റ് തെളിഞ്ഞ് ഈ ഉപകരണം സ്വയം അണുവിമുക്തമാക്കുകയും ചെയ്യും. ദുർഗന്ധം പൂർണ്ണമായി ഇല്ലാതാക്കാനുള്ള സംവിധാനവും ഇതിലുണ്ട്. കാര്യം കഴിഞ്ഞാൽ റോബോട്ടിനോട് തിരികെ പോകാൻ കമാൻഡ് നൽകിയാൽ മാത്രം മതി. വീടിനെ പ്ലംബിംഗ് പൈപ്പുകളുമായി നേരിട്ട് ബന്ധിപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതിനാൽ റോബോട്ട് ശേഖരിച്ച മാലിന്യങ്ങൾ നിശബ്ദമായി പ്രവർത്തിക്കുന്ന ഒരു ഗ്രൈൻഡർ വഴി പൊടിച്ച് പൈപ്പുകളിലൂടെ നേരിട്ട് കളയാനും സാധിക്കും. ഇത് പൈപ്പുകളിൽ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നത് ഒഴിവാക്കും. ഇനി ഒരുപക്ഷെ ഈ റോബോട്ടിന് അതിന്റെ ഡോക്കിംഗ് സ്റ്റേഷൻ കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ വീട്ടിലെ സാധാരണ ക്ലോസറ്റിലേക്ക് നേരിട്ട് മാലിന്യങ്ങൾ ഒഴുക്കിക്കളയാനും ഇതിന് കഴിയും. എഞ്ചിനീയർമാർ നടത്തിയ പ്രദർശനത്തിൽ ഈ റോബോട്ട് അതിന്റെ മടക്കി വെക്കാവുന്ന പ്രത്യേക കൈ സാധാരണ ക്ലോസറ്റിന് മുകളിലേക്ക് ദീർഘിപ്പിച്ച് അതിലേക്ക് മാലിന്യങ്ങൾ ഇഞ്ചക്ട് ചെയ്യുന്നത് എങ്ങനെയെന്നും പ്രദർശിപ്പിച്ചിരുന്നു. അതിനുശേഷം ഉയർന്ന മർദ്ദത്തിലുള്ള വാട്ടർ ജെറ്റുകളും UV ലൈറ്റും ഉപയോഗിച്ച് ഇത് സ്വയം കഴുകി വൃത്തിയാക്കുകയും ചെയ്യും. ചൈനയിലെ സാമൂഹ്യ പരിചരണ രംഗത്തെ ജീവനക്കാരുടെ ജോലിഭാരം കുറയ്ക്കാൻ വേണ്ടിയാണ് ഈ ടോയ്ലറ്റ് നിർമ്മിച്ചതെന്ന് കമ്പനി ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ടെങ്കിലും സോഷ്യൽ മീഡിയ മറ്റ് പല സാധ്യതകളുമാണ് കണ്ടെത്തുന്നത്. കളി നിർത്താൻ താല്പര്യമില്ലാത്ത ഗെയിമർമാർക്കിടയിൽ ഈ ഉപകരണം വലിയ ഹിറ്റാകുമെന്ന് പലരും പറയുന്നു. കളിമധ്യേ ബാത്റൂമിൽ പോകാൻ മടിയുള്ളവർക്ക് ഇത് വലിയൊരു അനുഗ്രഹമായിരിക്കും. ചിലരാകട്ടെ ഇതിനെ ഒരു യാത്രാവാഹനമായി ഉപയോഗിക്കാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളിൽ ഈ റോബോട്ട് എപ്പോൾ വിപണിയിലെത്തുമെന്ന് കമ്പനി ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ലാത്തതിനാൽ ചൈനയ്ക്ക് പുറത്തുള്ളവർ ഈ സൗകര്യം ആസ്വദിക്കാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും.